ഫസ്റ്റ് ഡേ സ്റ്റോറി സെല്ലിങ്, അതെ, സ്റ്റോറി ടെല്ലിങ് അല്ല, സ്റ്റോറി സെല്ലിങ് ആണ് ഞാൻ ഇന്നാ തുടങ്ങുന്നത്. സെക്കൻഡ് ഡേയിലാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് ഡേ ഞാൻ അത് പറയുന്നത് കണ്ടുകൊണ്ടിരുന്നങ്ങ് ഉറങ്ങിപ്പോയി. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുള്ളത്. സ്റ്റോറി നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആ വികാരങ്ങൾ, നമ്മുടെ ആ എമോഷൻസും എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നതാണ്. കാരണം എൻ്റെയൊക്കെ സംബന്ധിച്ചുള്ള സ്റ്റോറി ഒരുപാടുണ്ട്. സ്റ്റോറിയേ ഉള്ളൂ ജീവിതത്തിൽ. ഒരുപാട് സിനിമ പിടിക്കാനുള്ള സ്റ്റോറി തന്നെ ഉണ്ട്. ഒരു 3-4-5 സിനിമ പിടിക്കാനുള്ള സ്റ്റോറി തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ജീവിതത്തിൽ ഒരുപാട് ഞാൻ എൻ്റെ കൊച്ചു പ്രായത്തിലൊക്കെ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളായി വീണ്ടും വീണ്ടും റീതിങ്ക് ചെയ്യുന്ന ഒരുപാട് കഴിഞ്ഞപ്പോഴാണ്. പല ബിസിനസ്സുകളും നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ജീവിതത്തിലൊന്നും. കുറേ കാലം കുട്ടിക്കാലമൊക്കെ ഇങ്ങനെ അങ്ങ് പോയി. ജീവിതത്തിൽ അങ്ങനെ ഒരു തമാശ പോലെ അങ്ങ് പോയി. അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, ടീച്ചേഴ്സാണ്, പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയത് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്. അന്നേരം എനിക്ക് മനസ്സിലാക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ ഇന്ന് വളർന്ന് കൂടുതലും പഠിച്ചതെടുത്തതൊക്കെ രണ്ടാനമ്മയുടെ വീട്ടിലാണ്. എൻ്റെ അമ്മയുടെ അമ്മയില്ലായിപ്പോയി, രണ്ടാനമ്മയുടെ വീട്ടിലാണ്. അവർ നമ്മളെ എത്രത്തോളം പഠിപ്പിക്കുക. അവിടെ നിന്ന് ഞങ്ങൾ പഠിക്കുകയും കൂടി ചെയ്യായിരുന്നു. അവർ ട്യൂഷൻ എടുക്കുന്നൊരു 2 കുഞ്ഞന്മാരുണ്ടായിരുന്നു, രണ്ടാനമ്മയുടെ മക്കൾ. അവരാണ് ഞങ്ങൾ ട്യൂഷൻ എടുക്കുന്നത്. ഞങ്ങൾ ട്യൂഷൻ ചെയ്യുന്നത് ഞാനാണ് ഏറ്റവും കൂടുതൽ അവിടെ ഡിപ്പെൻഡ് ചെയ്തത്. കാരണം എൻ്റെ ചേട്ടനെയൊക്കെ അച്ഛൻ കൊണ്ടുപോയി അങ്ങ് പോയി, സ്കൂളിലൊക്കെ കൊണ്ടുപോയി, അങ്ങനെ അങ്ങ് പോയി. ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ അവിടെ ഞാൻ അനുഭവിച്ചത്. കാരണം ഈ രണ്ടാനമ്മമാർക്കൊന്നും നമ്മൾ അങ്ങനെ ഒരു പ്രോബ്ലമുണ്ട്. രണ്ടാനമ്മമാർക്ക് ഒരിക്കലും മറ്റേ എൻ്റെ അമ്മയൊക്കെ ആദ്യത്തെ ഭാര്യയുള്ളതല്ല, അതുകൊണ്ട് അവരെയൊക്കെ ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ എല്ലാം അനുഭവിക്കേണ്ടത് നമ്മളാണ്. എൻ്റെ കഴിവുകളെപ്പോലും ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് പലപ്പോഴും ആൾക്കാരുടെ മുമ്പിൽ വെച്ചൊക്കെ ഒരുപാട് ഇവൻ മണ്ടനാണ്, ഇവനൊന്നും അറിഞ്ഞുകൂടാ, ഇങ്ങനെയൊക്കെ അങ്ങ് സംസാരിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. ഒരുപാട് പഠിപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മളെല്ലാം പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നത് സംസാരിക്കാം. ഒരു സൈസ് മണ്ടത്തരം ഉണ്ട് നമ്മുടെ കയ്യിൽ. അതങ്ങ് പൊലിപ്പിച്ച് ഒരുപാട് നമ്മളെ അങ്ങ് ഇല്ലാതാക്കി കളയും. ആ രീതിയിലാണ് രണ്ടാനമ്മമാരുടെ അവരുടെ മക്കളൊക്കെ ചെയ്തത്. സത്യം പറയാൻ എൻ്റെ അമ്മ നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീയായിരുന്നു, ഭയങ്കര സൗന്ദര്യമായിരുന്നു. അതുപോലെ അവർക്ക് ശാപമായിരുന്നു അവരെ സംബന്ധിച്ചോളം. കാരണം ഈ രണ്ടാനമ്മയുടെ മക്കളൊക്കെ അങ്ങ് കറുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഈ പറഞ്ഞു വന്നത് എൻ്റെ ലൈഫിലുണ്ടായ ഒരുപാട് ചേഞ്ചസിന്, ഒരുപാട് മാറ്റങ്ങൾക്ക്, എൻ്റെ ബിസിനസ്സിനെ പോലും, എൻ്റെ വീട്ടിൽ പോലും അത് ബാധിച്ചു. കാരണം അമ്മയുടെ ഒരു വിഷമവും ഡിപ്രഷനും ഒക്കെ അതിൽ നിന്നുണ്ടായതാണ്. കൂടുതലും അമ്മയ്ക്ക് മക്കളെ നോക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളിൽ അമ്മയ്ക്ക് ആരും സഹായിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാനും വളർന്നു വന്നു. അതുകൊണ്ട് ആ ഒരു സ്നേഹം കിട്ടാതെ പോയൊരു കാലഘട്ടമായിരുന്നു എന്നെ സംബന്ധിച്ചത്. അമ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അല്ല അച്ഛൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അച്ഛനും അമ്മയൊന്നും നല്ല രീതിയിൽ ഒന്ന് വിളിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ലെന്നാണ് സത്യം. അതെനിക്കിപ്പോൾ തുറന്നു പറയുന്നൊരു വിഷമമില്ല. കാരണം ഞാൻ തുറന്നു പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ആ സ്നേഹം, എൻ്റെ അച്ഛനും അമ്മയുടെ സ്നേഹമുണ്ട്. പക്ഷേ അത് തുറന്നു കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ. വിങ്ങിപ്പൊട്ടില്ലേ, നമുക്ക് പറയാൻ പറ്റാത്ത സ്നേഹം പിന്നെ അത് വിങ്ങലുകളായി തീരും, വിങ്ങിപ്പൊട്ടു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. നമുക്ക് എപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമ്മുടെ ചിന്തകളും നമ്മുടെ സ്നേഹങ്ങളും നമ്മുടെ വികാരങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ അതൊരു വലിയ കാർമേഘമായി വലിയ മഴയായൊക്കെ ഘനീഭവിച്ച് മഴയാവാം. ചിലപ്പോൾ അവിടെ ഘനീഭവിച്ച് അവിടെ തന്നെ ഇരുന്ന് വലിയ പ്രശ്നങ്ങളായി തീരാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു തിക്താനുഭവങ്ങൾ, ലൈഫിൻ്റെ ഏറ്റവും വലിയ തിക്താനുഭവം. ഞാനത് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് വായിച്ചു വന്നപ്പോഴും ഞാൻ നമ്മുടെ നരേന്ദ്രൻ, അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു സമയത്ത് വായിക്കാനുള്ളൊരു ചാൻസ് കിട്ടി. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ അമ്മ ഭയങ്കര ലക്ഷ്മി ദേവി, അങ്ങനെ ഒരു പേരാണ്. അവർ ഭയങ്കര ഒരു നല്ല സ്ത്രീയായിരുന്നു, നല്ലൊരു കുലീനത്തുള്ള സ്ത്രീയായിരുന്നു. വിവേകാനന്ദാണെങ്കിൽ ഭയങ്കര ബുദ്ധിയാണ്, ഭയങ്കര കഴിവാണ്. അത് നരേന്ദ്രനായിരുന്നു. നരേന്ദ്രൻ്റെ എപ്പോഴും ക്ലാസ്സിലൊരു പ്രശ്നം വരും. അതങ്ങനെ നരേന്ദ്രൻ അവിടെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് സാറന്മാരെ വിളിച്ച് ഓരോരുത്തർ ചോദിച്ചു, നിനക്കെന്താവണം ചോദിച്ചപ്പോൾ ഓരോ കുട്ടിയോട് പറഞ്ഞു, എനിക്ക് ഡോക്ടറാവണം, എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്ക് കളക്ടറാവണം, എനിക്ക് അഡ്വക്കേറ്റ് ആവണം, അങ്ങനെയൊക്കെ പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ്റെ ഊഴം വന്നപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, എനിക്കൊരു കുതിരക്കാരനാവണമെന്ന് പറഞ്ഞു. എല്ലാവരും അങ്ങ് ചിരിയായി, സ്വാമി വിവേകാനന്ദനെ കളിയാക്കി. അങ്ങനെ ആ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ അങ്ങ് ചമ്മിപ്പോയി സ്വാമി വിവേകാനന്ദൻ. അന്ന് നരേന്ദ്രൻ അങ്ങനെ വിഷമിച്ച് അങ്ങ് സ്കൂളിൽ നിന്ന് പോയി. വൈകിട്ട് സ്കൂളിൽ പോയി അമ്മയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് ചെന്നപ്പം അമ്മ ചോദിച്ചു, നിന്ദ്ര മോനെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ലമ്മ, എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ സ്കൂളിൽ ഞാനങ്ങ് എല്ലാവരോടും എന്നെ കളിയാക്കി ചിരിച്ചെന്ന് പറഞ്ഞു. അതെന്താ കാര്യം എന്ന് ചോദിച്ചു.
അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ഇതൊക്കെ എല്ലാവരും ഇതൊക്കെ ഓരോന്നാവണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു കുതിരക്കാരനാവണമെന്ന് പറഞ്ഞു. അതാണ് എല്ലാവരും ചിരിച്ചതെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് കാര്യം പിടികിട്ടി. അമ്മ എന്ത് ചെയ്യുമെന്ന് പറയാം, ഈ മോനെയും കൊണ്ടങ്ങ് മേടത്തെ റൂമിൽ പോയി. എന്നിട്ട് ശ്രീകൃഷ്ണൻ്റെ അർജുൻ്റെ തേര് ധരിക്കുന്ന ശ്രീകൃഷ്ണനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഒരു തേരാളിയാവണം, കുതിര നയിക്കുന്ന തേരാളി, കുതിരക്കാരൻ, അല്ലെങ്കിൽ നീ ഒരു കുതിരക്കാരനാവണം. മനസ്സിലായില്ലേ? ഇവിടെയാണ് അമ്മമാരുടെ ഇൻസ്പിറേഷൻ വരുന്നത്. അപ്പോൾ ആ സ്വാമി വിവേകാനന്ദൻ്റെ ആ ആത്മവിശ്വാസം ഉയർന്നു. എനിക്കൊരു കുതിരക്കാരനാവണമെന്ന് പറഞ്ഞാൽ അവൻ്റെ വികാരം ഉയർന്നു. പിന്നെ അവൻ ലോകത്തെ നയിക്കുന്ന ഏറ്റവും വലിയൊരു ലീഡറായി തീർന്നു. ഒരു ശ്രീകൃഷ്ണൻ എങ്ങനെയാണോ നമ്മുടെ യുദ്ധത്തിൽ അല്ലേ അറിയാം, ആ യുദ്ധം എങ്ങനെ നയിച്ചു. അത് കണക്ക് എത്രയോ യുദ്ധങ്ങൾ നയിച്ചില്ലെങ്കിലും എത്രയോ ആൾക്കാരുടെ ഒരു ലീഡറായി തീരാൻ സ്വാമി വിവേകാനന്ദന് പറ്റി. ഇവിടെയാണ് അമ്മമാരുടെ പ്രാധാന്യം. അല്ലെങ്കിൽ അമ്മൂമ്മമാരെന്ന് പറയുന്ന അമ്മമാരുടെ കൺസെപ്റ്റ്, അമ്മമാരുടെ കൂടെ നിന്ന് വളർന്ന കുട്ടികളൊക്കെ ഭയങ്കര അറിവായിരിക്കും. അവരിത് പറഞ്ഞു കൊടുക്കും. അത് സ്വന്തം അമ്മമാരായിരിക്കണേ, രണ്ടാനന്മാരായപ്പോഴേ പോയി എന്നുള്ളതാണ്. തിരിച്ചടിക്കും, തിരിച്ചു കുത്തും. ഇതെൻ്റെ ലൈഫിൽ ഒരുപാട് വികാരങ്ങളുണ്ടാകുന്നു. തകർന്നുപോയ എൻ്റെ ജീവിതത്തിൽ തകർന്നു പോയിട്ട് ഞാൻ ഉയർന്നു വന്നത് ഒരു സന്ദർഭം ഞാൻ അടുത്തതിൽ പറയുന്നതായിരിക്കും. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പല ബിസിനസ് ചെയ്തെങ്കിലും ഉയരാൻ പറ്റിയില്ല. പലപ്പോഴും വീട്ടിലെ അസ്വസ്ഥതകളാണ് എന്നെ ഉയർത്താൻ പറ്റുക. ബിസിനസ്സിൻ്റെ കാരണം എപ്പോഴും വേണ്ട ഒരു വലിയ കാര്യം സമാധാനവും ശാന്തതയും സ്വസ്ഥതയും വേണം. ആ സ്വസ്ഥതയില്ലായ്മ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നീരാളിപ്പിടുത്തം പോലെ എന്നെ പിടിച്ചു. അങ്ങനെ സമാധാനം ഇല്ലായ്മയിൽ നിന്നാണ് എൻ്റെ ബിസിനസ് എല്ലാം തകർന്നു പോയത്. ആ തകർച്ചയിൽ നിന്ന് പിന്നെ ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു, ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ. അതിൻ്റെ പിന്നിൽ വലിയൊരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരുവിനെ പറ്റി ഞാൻ നെക്സ്റ്റ് സെക്കൻഡ് ഡേയിൽ സ്റ്റോറി ടെല്ലിങ്ങിൽ പറയാം. താങ്ക് യു വെരി മച്ച്.